വെറുപ്പ് പിശാച് കയറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം താളം തെറ്റിക്കും. എല്ലാവരോടും വെറുപ്പാകും, സാധനങ്ങളോട് വെറുപ്പാകും, സാധനങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങും, അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം തിന്നണമെന്നുള്ള ചിന്ത വരും. അതുപോലെ തന്നെ മനസ്സ് അസ്വസ്ഥമാവും, ഉറക്കം കിട്ടില്ല, ഓർമ്മ കിട്ടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ജോലി ചെയ്യാൻ തോന്നത്തില്ല. ഇതൊരു വല്ലാത്ത മാനസിക അവസ്ഥയാണ്. ഈ വെറുപ്പ് പിശാചാണ് നമ്മിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ ഗുരുദ്രോഗങ്ങളും ഒപ്പിക്കും. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് വരും, ആക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ വെറുപ്പ് പിശാചിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വെറുപ്പിൻ്റെ പിറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. പിന്നെ എന്നതാണ്, അയാൾ എന്നെ ഉപദ്രവിച്ചു, എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു, ഭാര്യ തെറ്റിലേക്ക് പോകുന്നു, സംശയം വരുന്നു, അല്ലെങ്കിൽ പിന്നെ നമുക്കിട്ട് പാര വയ്ക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വെറുപ്പ് തോന്നാം സ്വാഭാവികമായിട്ട്. പക്ഷേ അവിടെ നമ്മൾ പല വിധത്തിൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒന്ന്, വെറുപ്പ് തോന്നുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട്, അവനോട് ക്ഷമിക്കുക. മറക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ക്ഷമിക്കാൻ പറ്റും. പിന്നെ വിട്ടുകളയുക. നീ സംഗതി വെച്ചുകൊണ്ട് എൻ്റെ തല ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് വിട്ടുകളയുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേന ഒന്ന് സംസാരിച്ച് പ്രശ്നം അവസാനിപ്പിക്കുക. അവസാനം തല്ലുണ്ടാക്കേണ്ട സ്റ്റേജിലേക്ക് വരരുത്. മനസ്സ് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ധ്യാനത്തിന് പോവുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നടത്തുക. ഇങ്ങനെ പല വിധത്തിൽ ഈ വെറുപ്പിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് സാധിക്കും. കർത്താവേ, വെറുപ്പിൻ്റെ പിശാചിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. വെറുപ്പും വിദ്വേഷവുമായിട്ട് നടക്കുന്ന വ്യക്തികളെ അങ്ങ് ശാന്തമാക്കണമേ. കർത്താവ് എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് വെറുപ്പിൻ്റെ പിശാചിനെ നിന്നിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു. കർത്താവെ, നിന്നെ ഞാൻ ശാന്തമാക്കാനായിട്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായപ്പോൾ യേശുനാഥ, അങ്ങ് മറ്റുള്ളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാനുള്ള കൃപാവരം നൽകണമേ, ശാന്തമാക്കണമേ, ആശ്വസിപ്പിക്കണമേ. വെറുപ്പും വിദ്വേഷവുമായിട്ട് നടക്കുന്നവരെ ശാന്തമാക്കാനായിട്ട് ഒരു ജീവിത പരിശീലന ധ്യാനം ഞങ്ങൾ നടത്താറുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിക്കും സ്തുതിയായിരിക്കട്ടെ.